ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കഴിഞ്ഞ ഭാഗം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോയാലോ? അടുത്ത ഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ യുദ്ധം ജയിച്ചു നിൽക്കുന്ന ദുവാൻഷുവിനെയാണ് കാണിക്കുന്നത്. ഈ യുദ്ധത്തിൽ വിജയിച്ചത് കൊണ്ട് തന്നെ ദുവാൻഷുവിന് ഇഷ്ടമുള്ള ആളെ കമാൻഡർ ആക്കിക്കോളാൻ മറ്റേ കമാൻഡർ യു പറയുന്നു. ദുവാൻഷു ആണെങ്കിലോ അവൻ്റെ കൂട്ടത്തിലുള്ള അസിസ്റ്റന്റ് പയ്യനെയാണ് കമാൻഡർ ആക്കിയത്. എന്നാൽ ഞങ്ങൾ ഇനി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കമാൻഡർ വു അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്നു. പക്ഷേ അവരെ പോവാൻ സമ്മതിക്കാതെ ദുവാൻഷു അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു. യൂഷോ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും അവരെ സഹായിക്കാനായി കൂടെ ഉണ്ടാകണമെന്നും ദുവാൻഷു പറയുന്നു. ശരി, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാമെന്ന് കമാൻഡർ വു പറയുന്നു. ചേച്ചി, എനിക്കും കമാൻഡർ ആകണമെന്ന് ആ ചെറിയ കുട്ടി പറയുന്നു. അതിനെന്താ, നീ അയക്കൂ എന്ന് സീമു പറയുമ്പോൾ, അയ്യോ അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേച്ചിയെ വിട്ടു പോകേണ്ടി വരില്ലേ എന്ന് അവൻ വിഷമത്തോടെ പറയുന്നു. ഇവനിപ്പോൾ ഇതെന്താ എന്ന് സീമ മനസ്സിൽ വിചാരിക്കുന്നു. കമാൻഡർക്ക് അവിടെ പോയതിനു ശേഷം അവിടെ ആരോ ഉണ്ടെന്ന പോലെ തോന്നി ദുവാൻഷു ചുറ്റും നോക്കുന്നു. എന്നാൽ അവിടെ ആരും കാണാനുണ്ടായിരുന്നില്ല. ആ സമയത്തു തന്നെയാണ് അസിസ്റ്റന്റ് പെണ്ണിന്റെ തലയിലേക്ക് ഒരു തോട് മാത്രം വന്നു വീഴുന്നത്. സീമുവും ആ ചെറിയ കുട്ടിയും അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശരിക്കും ഇത് നിനക്ക് കിട്ടേണ്ട പദവിയായിരുന്നു, നീയാണ് എന്നേക്കാൾ സ്ട്രോങ് എന്ന് അസിസ്റ്റന്റ് പയ്യൻ പറയുന്നു. അങ്ങനെയൊന്നുമില്ല, നിനക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് കമാൻഡർ നിനക്ക് ആ പദവി തന്നതെന്ന് അവളും പറയുന്നു. അന്ന് നീ എന്നെ രക്ഷിക്കാൻ വന്നത് കൊണ്ടല്ലേ നീ പിന്നിലായതും എനിക്ക് പദവി കിട്ടിയതും. നീ വെറുതെ ഓരോന്നും ചിന്തിക്കേണ്ട, അതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം ദുവാൻഷുവിൻ്റെ ആളുകളും കമാൻഡർ വുവിൻ്റെ പടയും ചേർന്ന് യുദ്ധം ചെയ്യാനായി പോവുകയാണ്. അവിടെയാണെങ്കിലോ മഞ്ഞുകൊണ്ട് കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവരിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടാകുമല്ലേ എന്ന് സീമ ചോദിക്കുമ്പോൾ, ദുവാൻഷുവിൻ്റെ ടീം എന്തായാലും ജയിക്കണമെന്ന് ചെറിയ കുട്ടി പറയുന്നു. അവർ അങ്ങോട്ട് പോയി എന്ന് കരുതി ജയിക്കണമെന്നില്ലല്ലോ, അവിടെ എത്ര വലിയ ആളുകളാണുള്ളത് എന്ന് സീമു ചോദിക്കുന്നു. എൻ്റെ അച്ഛനും ബാക്കിയുള്ളവുമൊക്കെ മരിച്ചതിന് പകരം ചോദിക്കാനാണ് അവർ അങ്ങോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും ജയിക്കണമെന്ന് തൻ്റെ ആഗ്രഹമെന്ന് ആ കുട്ടി പറയുന്നു. എന്നാൽ പിന്നെ നിനക്കും അവരുടെ കൂടെ പോയി സഹായിക്കാമായിരുന്നില്ലേ എന്ന് സീമു ചോദിക്കുന്നു. ചേച്ചിക്ക് ഞാൻ കൂടി നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലേ, എന്നെ എപ്പോഴും പറഞ്ഞു വിടാനാണല്ലോ നോക്കുന്നത്. ഞാനിനി കുറച്ച് ഭക്ഷണം കഴിക്കൂ, കന്നിയാണെങ്കിലും കുഴപ്പമില്ല, ചേച്ചിയുടെ കൂടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു വിടല്ലേ എന്നൊക്കെ ആ ചെറിയ കുട്ടി സങ്കടത്തോടെ പറയുന്നുണ്ട്. ഞാനൊരു ആത്മാവാണ്, നീ ഒരു മനുഷ്യനും, നിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുക, ഇവനെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തു നിന്ന് മാറ്റണമെന്നൊക്കെ സീമ മനസ്സിൽ വിചാരിക്കുന്നു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ കുറച്ചു കാലമേ കൂടെ ഉണ്ടാകൂ എന്ന്, അത് കഴിഞ്ഞ ശേഷം എനിക്ക് തിരിച്ചു പോകുകയും വേണം. തൽക്കാലം നീ അവിടെ പോയി എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സീമു ആ കുട്ടിയെ വേണം വെച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ദുവാൻഷിൻ്റെ ടീം മഞ്ഞിനിടയിലൂടെ ആരും കാണാതെ ഉള്ളിലേക്ക് പോയി അവിടെയുള്ള ആളുകളെയൊക്കെ കൊല്ലാൻ തുടങ്ങുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സീമുവും അങ്ങോട്ട് പോകുന്നുണ്ട്. അവൾ കുറെ ആത്മാക്കളെയും അങ്ങോട്ട് വിടുന്നുണ്ട്. അവരോടൊക്കെ മരിച്ചവരുടെ വിഗ്രഹങ്ങളൊക്കെ വലിച്ചെടുത്തു കൊണ്ടുവരാനും പറയുന്നു. ദുവാൻഷു എന്തായാലും മരിക്കും, അവൻ്റെ നാട്ടിലൊക്കെ ഇനി മരിച്ചതിൻ്റെ പേരിൽ പാട്ടൊക്കെ ഉണ്ടാകുമല്ലേ എന്ന് സീമു ഓർക്കുന്നു. അപ്പോഴാണ് ഫെങ്കി ദുവാൻഷുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായി വരുന്നത്. 12-ാം വയസ്സിൽ മുത്തശ്ശിയെ നോക്കാനായി പോയ ദുവാൻഷു തിരികെ വരുന്നത് 19-ാം വയസ്സിലായിരുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ പഠിക്കാനായി പോയി എന്നാണ് പറഞ്ഞത്, അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. ശരിക്കും അവൻ മുത്തശ്ശിയെ നോക്കാനാണ് പോയത്. എന്നാൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചുപോയി എന്നും അവൻ മാത്രമാണ് തിരിച്ചു വന്നതെന്നും ഫെങ്കി പറയുന്നു. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഒരുപാട് മാറ്റങ്ങളുള്ളത് കൊണ്ട് തന്നെ തിരിച്ചു വന്നത് ദുവാൻഷുവാണ് എന്ന് പോലും ആർക്കും അറിയില്ല. അത് തിരിച്ചറിയാനുള്ള ആളുകളും മരിച്ചുപോയി, അവൻ്റെ മുത്തശ്ശിയും മരിച്ചുപോയിരുന്നു. യഥാർത്ഥ ദുവാൻഷുവിൻ്റെ മുഖം എങ്ങനെയാണെന്നോ ഇപ്പോൾ വന്നത് യഥാർത്ഥ ദുവാൻഷുവാണെന്നോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെയാണോ? അപ്പോൾ ഇവൻ യഥാർത്ഥ ദുവാൻഷു അല്ലേ? ഇവൻ യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ പോലും മറ്റേതോ സ്ഥലത്തുള്ളവരെ പോലെ തോന്നുന്നു. എന്തായാലും ഇവന് എത്ര നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങുന്നു. കാറ്റ് വരുന്നുണ്ട്, എല്ലാവരും അലേർട്ടാവൂ എന്ന് ദുവാൻഷു വേഗം തന്നെ പറയുന്നു. നേരത്തെ തന്നെയും കാറ്റിനെ കുറിച്ചൊക്കെ ദുവാൻഷു സീമുവിനോട് ചോദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൻ കാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് കറക്റ്റായി കാറ്റ് വീശുന്നതും. കാറ്റ് വീശിയതും ദുവാൻഷുവിൻ്റെ ആളുകൾ പേപ്പറിൽ എന്തൊക്കെയോ മന്ത്രമൊക്കെ ചെയ്ത് ആകാശത്തേക്ക് പറത്തിവിടുന്നുണ്ട്. അതിൽ നിന്ന് എന്തോ പൊടികളും വീഴുന്നു.
ആ സമയത്ത് തന്നെയാണ് ആകാശത്ത് കുറേ ചുവന്ന പറവകൾ വരികയും തീയുള്ള അമ്പുകൾ അതിൻ്റെ മേലേക്ക് തൊടുത്തുവിടുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ പറകൾ മുഴുവൻ കത്തുകയും അതെല്ലാം ശത്രുക്കളുടെ മേലെ വീണ് അവരെല്ലാം മരിച്ചു പോകുകയും ചെയ്യുന്നു. നീ ശരിക്കും ദുവാൻഷുവല്ല. എത്ര തന്ത്രപരമായാണ് നീ ഓരോന്നും ചെയ്തത്. നിനക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ വേണമെങ്കിൽ ഈസിയായി എനിക്ക് കൊല്ലാൻ കഴിയും. പക്ഷേ നീ ജീവിച്ചിരിക്കുന്നതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്നു എന്ന് സീമു മനസ്സിൽ പറയുന്നു. ഇതേ സമയം ലിംഗ ചുവന്ന പറവയെ എടുത്ത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ജയിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. അവൻ നേരെ വന്നത് സീമുവിൻ്റെ അടുത്തേക്കായിരുന്നു. ആ ചെറിയ കുട്ടിയാണെങ്കിലോ ഓടി വന്ന് ദുവാൻഷിൻ്റെ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സീമുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ദുവാൻഷ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് യുദ്ധം ചെയ്യിക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ് വണ്ടി അയച്ചിട്ടുണ്ട്. അതിൽ കയറിയിരുന്നാൽ മതി, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് ലിങ്ക് പറയുന്നു. എനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ തന്നെയാണ് ദുവാൻഷ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ വരാമെന്ന് സീമുവും പറയുന്നു. ഇതേ സമയം ദുവാൻഷുവിൻ്റെ അസിസ്റ്റന്റ് പെണ്ണ് വന്ന് അവൾക്ക് ലിങ്കിന് സംശയമുണ്ടെന്നും അവനിനി സ്പൈ ആണ് എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ സീമുവിനെ അവൻ കൃത്യമായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമോ എന്നൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. എന്നാൽ ദുവാൻഷു ഒന്നും പറയുന്നില്ല. ഇതേ സമയം ആ ചെറിയ കുട്ടി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഇത് എൻ്റെ അച്ഛൻ താമസിച്ച സ്ഥലമാണ്. ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ദുവാൻഷുവിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചേച്ചി അത് ചെയ്യണം കേട്ടോ എന്നൊക്കെ ആ ചെറിയ കുട്ടി പറയുന്നു. ഈ സമയം ദുവാൻഷുവിൻ്റെ അടുത്തേക്ക് ആ നാട്ടിലെ തലവൻ വരികയും യുദ്ധം ജയിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും യുദ്ധം ചെയ്യാൻ വരുമെന്നും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യമായിരിക്കും അവർക്ക് ഞങ്ങളോടുണ്ടാകുക, അതുകൊണ്ട് ഞങ്ങളെ എല്ലാം കൊല്ലും. നിങ്ങൾക്ക് എത്രനാൾ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നൊക്കെ വിഷമത്തോടെ ചോദിക്കുന്നു. ദുവാൻഷു അതിന് ചിരിയോടെ എത്ര നാൾ വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ സഹായിക്കാമെന്നും മറുപടി പറയുന്നു. ഇതേ സമയം ദുവാൻഷുവിൻ്റെ 2 അസിസ്റ്റന്റുമാർ എത്ര നാൾ നമുക്ക് ഇവരെ സഹായിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. നമുക്ക് കഴിയുന്നത്ര കാലം ഇവരെ സഹായിക്കണമെന്ന് ദുവാൻഷ് പറയുന്നു. പെട്ടെന്ന് സീമു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാട്ടിൽ ആരൊക്കെയോ വരികയും ലിങ്ക് വേഗം എഴുന്നേറ്റ് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ചേച്ചി, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടി സീമുവിനെ എഴുന്നേൽപ്പിക്കുന്നു. സീമു പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ അവരോട് യുദ്ധം ചെയ്യാനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടിൽ ആരാടാ ഇത്രയും പേരൊക്കെ വന്നത്, എന്തായാലും നോക്കാം ഏതുവരെ പോകുമെന്ന് എന്നൊക്കെ സീമു മനസ്സിൽ കരുതുന്നു. സീമു വേഗം തന്നെ ആ ചെറിയ കുട്ടിയെ സുരക്ഷിതമായി അവിടെ നിർത്തുന്നുണ്ട്. ലിങ്ക് ആണെങ്കിലോ ആ സമയത്താണ് സീമു പുറത്ത് നിൽക്കുന്നത് കാണുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഉള്ളിലേക്ക് പോയിക്കോളൂ, ഞാനിതൊക്കെ നോക്കിക്കോളാം എന്ന് ലിങ്ക് പറയുന്നു. ഒരു നടക്കി പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീമു അവളുടെ വിരൽ ഞൊടിക്കുന്നു. അതോടുകൂടിയാണ് ഈ പാർട്ട് തീരുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.